ഗായ്സ്, അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതൊരു ഓർഡിനോ പ്രോജക്റ്റ് ആണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ LED ലൈറ്റ് ഓണും ഓഫും ചെയ്യാൻ പറ്റും. അപ്പം മൊബൈൽ വെച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ പ്രോജക്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റിന് ഒരു ആർഡിനോ ബോർഡ്, പിന്നെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ, 3 റെസിസ്റ്റേഴ്സ്, 3 LED, പിന്നെ ബ്രെഡ് ബോർഡ് ആവശ്യമുണ്ട്. അപ്പം ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് പോലെയാണ്. അതായത് നമ്മളുടെ ഈ മൊബൈലിൽ നിന്നാണല്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മൊബൈലിൽ നിന്നുള്ള സിഗ്നൽസ് ഇതിന്റെ അകത്തുനിന്ന് ഇതിലേക്ക് പോവും. എന്നിട്ട് ഇത് ഓർഡിനോയിലേക്ക് കൊടുത്തിട്ട് ഔട്ട്പുട്ട് 13th പിന്നിൽ കൂടെ LEDs കത്തിക്കും ഓണും ഓഫും ചെയ്യും. അപ്പം ഈ ഓർഡിനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളർ ആണ്. ഇതിൽ കുറെ പിന്നുണ്ട്. അപ്പം ഇത് ഡിജിറ്റൽ പിൻസ് ആണ്. നമുക്കിത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് പവർ പിൻസ്, അനലോഗ് പിൻസും ഉണ്ട്. അപ്പം ഇതിന്റെ കണക്ഷൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മളുടെ കണക്ഷനിൽ ഫസ്റ്റ് നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ കണക്ഷൻസിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ഇവിടെ 6 പിൻ ഉണ്ടാവും. അത് നമ്മൾ 4 കണക്ട് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് 5 വാട്ട്സ് ആണ്. അതൊരു റെഡ് വയർ യൂസ് ചെയ്തിട്ട്, മെയിൽ ടു ഫീമെയിൽ വയർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ആ വയറ് ഈ ഓർഡിനോ ബോർഡില് പവർ പിൻസിന്റെ അവിടെ സോൾട്ടില് 5 വാട്ട്സിലേക്ക് തന്നെ കൊടുക്കുക. ഇനി ഗ്രൗണ്ട്, നമ്മൾ ഗ്രൗണ്ട് ഇതിൽ 3 ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ നമുക്ക് 4 ഗ്രൗണ്ട് വേണ്ടി വരും. ഈ 3 LEDക്കും വേണ്ടി ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് ബ്രെഡ് ബോർഡിൽ കൊടുക്കുക. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഗ്രൗണ്ട് എടുത്ത് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് TX ഒരു പച്ച വയറിൽ നമുക്ക് ചെയ്യാം. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ലിങ്ക്. അപ്പൊ TX രണ്ടാമത്തെ പിൻ, ഡിജിറ്റൽ പിൻ 2ലേക്ക് കൊടുക്കുക. ഇനി RX, അപ്പം RX വന്നിട്ട് 3ലേക്കും കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ. ഇതിൽ ഈ TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് പിന്നും പിന്നെ RX എന്ന് പറഞ്ഞാൽ റിസീവ് പിന്നും ആണ്. അപ്പം നമുക്ക് നേരെ അടുത്ത കണക്ഷൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്കിനി LEDന്റെ റെസിസ്റ്റേഴ്സിനും കണക്ഷൻസ് കൊടുക്കണം. അപ്പൊ അതിനും ബ്രെഡ് ബോർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം. അതിനും ബ്രെഡ് ബോർഡ് തന്നെയാണ്. അപ്പൊ നമുക്കൊരു മെയിൽ ടു മെയിൽ ജമ്പർ കേബിൾ എടുത്തിട്ട് 13th പിൻ, നമ്മൾ ഈ LED ഒക്കെ കണക്ട് ചെയ്യുന്നത് 13th പിന്നിലേക്കാണ്. അപ്പൊ 13th പിന്നിൽ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളത് ബ്രെഡ് ബോർഡിലേക്ക് ഇവിടെ കൊടുക്കുക. കോർണറിൽ കൊടുക്കാം. ഇപ്പം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റെസിസ്റ്റർ എടുക്കുക. അതേ പിന്നിന്റെ നേരെ, അതേ ഇതിൽ നിന്ന് നേരെ നമുക്ക് കൊടുത്തിട്ട് അടുത്ത ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ ഫസ്റ്റത്തെ ഇതിൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. അപ്പം റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റെസിസ്റ്റർ നമ്മൾ ഇതേപോലെ 3 ഉണ്ടല്ലോ, 3 LEDന് 3 റെസിസ്റ്റർ അതേപോലെയാണ്. അപ്പം ഇതേപോലെ കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു LED എടുക്കുക. ഇപ്പൊ ഞാൻ റെഡ് എടുത്തു. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് വന്നിട്ട് നമ്മൾക്ക് റെസിസ്റ്ററിന്റെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോകാം. ഇതേപോലെ. ഇനി നമുക്ക് അടുത്ത റെസിസ്റ്റർ അതേപോലെ തന്നെ എടുക്കുക. അതേപോലെ തന്നെ കണക്റ്റും ചെയ്യുക. അതേപോലെ ഇവിടെ കൊടുത്ത് ഇവിടെയും കൊടുക്കുക, കുത്തിവെക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു LED എടുക്കാം. ഇപ്പൊ പച്ച എടുത്തു. എന്നിട്ട് അതിനും
പോസിറ്റീവ് റെസിസ്റ്ററിന്റെ ലൈനിലും പിന്നെ അടുത്തത് നമ്മൾ റെഡ് ക്ലോസ് ചെയ്തിരിക്കുന്നിടത്തും. നിങ്ങൾക്ക് എത്ര LED വേണോ, എത്ര റെസിസ്റ്റർ വേണോ, എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പം 3 യൂസ് ചെയ്യുന്നു. അപ്പം അത് അടുത്തത് അതേപോലെ നമുക്ക് എടുക്കാം. എന്നിട്ട് അടുത്ത LED എടുക്കാം. അതേപോലെ പോസിറ്റീവ്. ഓക്കെ, അപ്പം നമ്മളുടെ LED കൊടുത്തു. ഇനി നമുക്ക് എല്ലാത്തിലും ഗ്രൗണ്ടും ഈ LEDനൊക്കെ ഗ്രൗണ്ട്സ് കൊടുക്കണം. ഗ്രൗണ്ടും പിന്നെ ഇതിനും പവർ ചെയ്യണം. ഇതിന് ഓഡിയോയിൽ നിന്ന് ഇതെടുക്കണം. അപ്പം ഫസ്റ്റ് നമുക്ക് ഒരു മെയിൽ ടു മെയിൽ തന്നെ എടുക്കുക. നമുക്ക് ബ്രെഡ് ബോർഡിൽ അതേ ഇതിൽ നേരെ തന്നെ നമുക്ക് കൊടുത്തിട്ട് ഓരോരോ LEDക്ക് നേരെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ LEDക്കും ഗ്രൗണ്ടും കൊടുത്തു, ഇതിനും കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഓഡിയോന്ന് ഇവിടേക്ക് ഗ്രൗണ്ട് കൊടുത്താലേ ഇതിലേക്ക് ഗ്രൗണ്ട് വർക്ക് ആവുള്ളൂ. അപ്പം നമുക്ക് ഗ്രൗണ്ട് ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കും കൊടുക്കാം. അപ്പം നമ്മളുടെ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കോഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്കിത് പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് USB കേബിള് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിന്റെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ കോഡിങ്ങിന് യൂസ് ചെയ്യുന്നത് പിക്ടോബ്ലോക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. അതോ ഞാൻ ഓപ്പൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കി വരും. അപ്പൊ ഈ പിക്ടോബ്ലോക്സ് എന്താണെന്ന് വെച്ചാൽ ID പോലെ തന്നെയാണ്. ID അല്ല, പക്ഷെ ID പോലെ തന്നെ കോഡിങ് ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ അതായത് ഇത് ശരിക്കും സ്ക്രാച്ച് പോലെയാണ്. ശരിക്കും ഇത് സ്ക്രാച്ച് അല്ല, സ്ക്രാച്ച് പോലെ ആണ്. സിമിലർ ടു സ്ക്രാച്ചിൽ നമുക്ക് കോഡ് ചെയ്യാവുന്നതാണ്. കോഡിങ്ങും ചെയ്യാം. ഓരോരോ ഇതുണ്ട്. ഇവരുടെ തന്നെ ഒരു ബോർഡ് ഉണ്ട്. ഇവയും അത് സ്റ്റെംപീഡിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. സ്റ്റെംപീഡിയാണ് ഇത് പവർഡ് ബൈ. അത് ശരിക്കും ഒരു ഓഡിയോനോ മെഗാ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓഡിയോനോ യൂനോ ആണ്. അതിന്റെ കോഡും ഇതിലുണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് വരുന്നുണ്ട്. ഗെറ്റ് ഓൺ ബോർഡ് ലേൺ ടു കോഡ് പിക്ടോബ്ലോക്സ്. ഇത് കുറച്ച് നേരം ഓപ്പൺ ആവാൻ കുറച്ച് നേരം എടുക്കും. ഇതിന്റെ ഡൗൺലോഡ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറെ നേരം എടുക്കും, കുറച്ച് നേരം ആവും. അതാ അപ്പം ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ക്രിയേറ്റിംഗ് പ്രോജക്ട്സ്, ലോഡിംഗ് സോങ്സ്. അപ്പം ഇതേപോലെ ബ്ലോക്ക് ഇട്ടുണ്ട്. അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വരും. വയർ കൊടുത്തിട്ടുണ്ട് ഓഡിയോയിലേക്ക്. അപ്പം ഇപ്പൊ ഇവരെന്ത് കാറ്റഗറി കോഡിംഗ് ആണ് വേണ്ടതെന്ന് ചോദിക്കും. പൈത്തനും ഉണ്ട് കേട്ടോ ഇതിൽ നിന്ന്. അപ്പൊ നമുക്കിപ്പോ ചെയ്യുന്നത് ബ്ലോക്ക് കോഡിംഗ് ആണ്. അത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 2 മോഡുണ്ട്. ഇവിടെ മോഡ് സ്റ്റേജും അപ്ലോഡും. അപ്പൊ നമുക്കിപ്പോ അപ്ലോഡ് മോഡിലാണ് പോകേണ്ടത്. അപ്പം അപ്ലോഡ് മോഡിലേക്ക് സെറ്റ് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് ബോർഡ് സെലക്ട് ചെയ്യണം. അപ്പൊ ബോർഡിൽ കൊടുക്കുക. എന്നാൽ നമ്മുടെ ബോർഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഓഡിയോനോ യൂനോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അപ്ലോഡ് മോഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ പോകുമ്പോ തന്നെ ഫസ്റ്റ് എന്നിട്ട് ബോർഡ് സെലക്ട് ചെയ്യുമ്പോ തന്നെ കണക്ട് ടു പോർട്ട് എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മളുടെ പോർട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കണക്ട് കൊടുത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ അപ്ലോഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കോഡിൽ ഫസ്റ്റ് വെൻ ഓഡിയോനോ യൂനോ സ്റ്റാർട്ട്സ്. ഇത് ഹാഡ് ബ്ലോക്ക് ആണ്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
പിന്നെ കൺട്രോൾ പാലറ്റ്, ഇവിടെ കുറെ പാലറ്റ്സ് ഉണ്ട്. കൺട്രോൾ, ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ്, മൈ ബ്ലോക്സ്, അവിടെ നമുക്ക് നമ്മളുടെ ബ്ലോക്ക് ഉണ്ടാക്കാം. പിന്നെ ഓഡിയോനോ, യൂണോ, ആക്ച്വേറ്റർ, സെൻസേഴ്സ്, ഡിസ്പ്ലേ, ഡാബിൾ, അങ്ങനെ കുറെ ഉണ്ട്. നമ്മൾക്ക് ഈ ഡാബിളും ആവശ്യം വരുന്നുണ്ട്. നമ്മൾ ഈ ഡാബിളും കൊണ്ടാണ് ഈ കൺട്രോൾ ചെയ്യുന്നത്. വീഡിയോന്റെ ആദ്യം കാണിച്ചതുപോലെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഡാബിളും കൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് പോവാം. അപ്പൊ വെൻ ഓഡിയോ യൂണോ സ്റ്റാർട്ട്സ്, അതിനുശേഷം ഫോർ എവർ ബ്ലോക്ക് എടുത്തില്ല. ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തില്ല. അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫോർ എവർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഈ ഫോർ എവർ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ കോഡിലെ വോയിഡ് ലൂപ്പാണ്. നമുക്ക് ഡാബിളിലേക്ക് പോകാം. ഡാബിൾ പാലറ്റിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് സെറ്റ് ബ്ലൂടൂത്ത് ബോർഡ് റേറ്റ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇവിടെ എടുത്തിടാം. എല്ലാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. നമുക്ക് പിന്നെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതേപോലെയാണ്. ഇനി നമുക്ക് ഫോർ എവർ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പം ഈ ഫോർ എവറിന് മുമ്പിലുള്ളത് വോയിഡ് സെറ്റപ്പും ഫോർ എവറിന് ശേഷമുള്ളത് വോയിഡ് ലൂപ്പുമാണ്. ഇനി ഇവിടെ ടെർമിനൽ മോഡ്യൂൾ ഉണ്ടാവും. അവിടെ വന്നിട്ട് ഈസ് ഡാറ്റ ഫ്രം ടെർമിനൽ എന്നൊരു ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് എടുത്തിട്ട് നമ്മള് ഇവിടെ സൈൻ ഇൻ ചെയ്യണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഹായ് എന്നും പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാവും. ഈസ് ഡാറ്റ ഫ്രം ടെർമിനൽ ഇസ് ഹായ്. അപ്പം അവിടെ ഹായ് എന്നുണ്ടാകുന്നത് നമ്മള് അവിടെ ലൈറ്റ് ഓൺ എന്ന് അടിക്കണം. ഓക്കെ, ലൈറ്റ് ഓൺ എന്ന് അടിക്കുക. അപ്പം ഇനി ദെൻ അതിന് ശേഷം എന്ത് സംഭവിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഓഡിയോനോ യൂണോ പാലറ്റിലേക്ക് പോകണം. ഇതിൽ വന്നിട്ട് സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ഹൈ എന്നുണ്ടാവും. അതായത് നമ്മളുടെ 13th പിൻ എന്നിട്ട് ട്രൂ, അങ്ങനെയാണ്. ഇനി നമ്മൾ അത് ഇഫിന്റെ മേളിൽ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ ആ ഇഫ് ബ്ലോക്ക് മുതൽ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് വരും. ആ ഇഫ് ബ്ലോക്കിന്റെ താഴെ നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇസ് ഡാറ്റ ഫ്രം ടെർമിനൽ ലൈറ്റ് ഓൺ എന്ന് തന്നെ ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണല്ലോ, അതിൽ ഓണിന് പകരം ഓഫ് ആക്കുക. ഇനി സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ഹൈ എന്നുള്ളത് ലോ ആക്കുക, അതായത് ഫാൾസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് തന്നെ കോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് അപ്ലോഡ് കോഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇത് അപ്ലോഡ് ആവുകയാണ്. അങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. %, അപ്ലോഡിങ്. ഇത് അപ്ലോഡ് ആവും. ഓക്കെ, അപ്പൊ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ആവും ഇത്. റൈറ്റ് ഇതിപ്പോ അപ്ലോഡ് ആയി കഴിയുകയാണെങ്കിൽ ഇവിടെ അപ്ലോഡ് സക്സസ്ഫുൾ എന്നും പറഞ്ഞു വരും കേട്ടോ. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുള്ളി. അപ്പൊ നമ്മളുടെ ഈ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാമും കൂടെ കാണിച്ചു തരാം. അപ്പം ഇതിന്റെ ഡയഗ്രാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ഫയൽസിൽ സേവ് ചെയ്ത്.
ഓക്കെ, ഞാൻ ഇവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ആ ഇമേജ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഡയഗ്രാം. നിങ്ങൾ ഇത് നോക്കിയിട്ട് കണക്ട് ചെയ്യുക. 3 LED ഉണ്ട്. അതിൻ്റെ ഗ്രൗണ്ട്, പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട്, ബ്ലൂടൂത്ത് മൊഡ്യൂള് എല്ലാം ഉണ്ട്. അപ്പം ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിനി ഈ വയറ് ഊരാം. ഓക്കെ, ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഫോണില് ഡാബിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഡീബഗിംഗ് പോലെ ഒരു ലോഗോ ഉണ്ടാവും. ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ നെയിം ഇവിടെ എഴുതി കാണിക്കും. ഇപ്പൊ ഞാൻ HC05 കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ടെർമിനൽ എടുക്കാം. ഇപ്പോ ഈ ലൈറ്റ് ഓഫ് ആണ്. നമുക്കിത് ഓൺ ചെയ്യാം. ലൈറ്റ് ഓൺ. ലൈറ്റ് ഓഫ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.